തൃശൂരിൽ വലിയ മുന്നേറ്റം ഉറപ്പിച്ചിരിക്കുകയാണ് NDA. 2024 തൃശൂരിൽ ആവർത്തിക്കുമെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കുന്നു. 13 മണ്ഡലങ്ങളിലും അതിശയിപ്പിക്കുന്ന മുന്നേറ്റവും 3-ലധികം സീറ്റുകളും നേടുമെന്നും BJP വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടന്ന ജില്ലയാണ് തൃശൂർ. 2024 സുരേഷ് ഗോപിയുടെ ഐതിഹാസികമായ വിജയത്തോടെയാണ് തൃശൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചത്. തൃശൂർ, ഒല്ലൂർ, നാട്ടിക, മണലൂർ, ഇരിങ്ങാലക്കുട, ഗുരുവായൂർ, പുതുക്കാട് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ പാർലമെൻറ്റ് മണ്ഡലം. 7 മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴികെ മറ്റാറിടത്തും വലിയ ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA ഉണ്ടാക്കിയ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് NDA വ്യക്തമാക്കുന്നത്. തൃശൂർ, നാട്ടിക, മണലൂർ, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട് മണ്ഡലങ്ങളിലടക്കം BJP വിജയിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. നാട്ടികയും മണലൂരും നല്ല മത്സരം നടന്നു, നല്ല അന്തരീക്ഷമാണ്, നല്ല പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന 2 കാൻഡിഡേറ്റുകളെയാണ് ദേശീയ ജനാധിപത്യ സഖ്യം അവതരിപ്പിച്ചത്. അന്വേഷിച്ചായാലും ശ്രീ CC മുകുന്ദനായാലും ജനകീയ സ്വാധീനമുള്ള നേതാക്കന്മാരാണ്. അവരെന്തായാലും വിജയിച്ചു വരും എന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. എല്ലാ മേഖലകളിൽ നിന്നും BJPക്ക് വോട്ട് സമാഹരിക്കാൻ സാധിച്ചു എന്നാണ് വിലയിരുത്തൽ. ഇരു മുന്നണികളെയും പരീക്ഷിച്ച് മടുത്ത ജനം മാറ്റം കൊതിക്കുകയാണ്. ഇരു മുന്നണികൾക്കും ബദലായി തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുകയും വികസന മാതൃക കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തനിയാവർത്തനമാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്നാണ് BJPയുടെ വിലയിരുത്തൽ. ജനം, തൃശൂർ.